മാംസം ഒന്ന് മാറ്റിക്ക. ഞാൻ കുഞ്ഞമ്മാവൻ ലതിക നിന്റെ അമ്മായി. ഫ്രീ ആയി. ലതിക രമേടൻ ദിവാകരന്റെ മകൻ. എങ്ങനെയുണ്ട്? വേണ്ട. നീ എത്ര ദിവസമായി എത്തിയിട്ട്? നിന്റെ അമ്മായി ഇവിടെ പിണങ്ങി നിൽക്കുക. നീ എന്താ അവളെ ഒന്നും വിളിക്കാത്തത്? ലതിക്ക് നീ വാ. പരിഭവിക്കാതെ, അവൻ കുഞ്ഞല്ലയോ. വാ. ഇതാണ് നബീഷ് പടച്ചോന്റെ ഒരു അനുഗ്രഹം. നമ്മുടെ മൊയ്തീന്റെ മോനെ ഇത്ര വർഷത്തിന് ശേഷം കാണാന്നുള്ളത് പടച്ചോന്റെ ഒരു നിശ്ചയോ. ഈ മുഖത്തേലൊക്കെ നോക്കിയേ. വേണേലും ഒരു ചെറിയ ക്ലൂ ഞാൻ തരാം. നമ്മളെ തൊടുപുഴയിലേക്ക് അറിയാച്ചന്റെ ഈ കൊച്ചൻ എങ്ങനെ അറിയാനാ? 3 വയസ്സ് പിരിഞ്ഞതല്ലയോ? കൂട്ടാ ഭയങ്കര വെയിറ്റ് പോലെ. ഇതെടുക്ക സർവൻസ് ഒന്നും. ആ ചുവന്ന ഉടുപ്പിട്ട പോട്ടർ എങ്ങി വിളി. പോട്ടർ നിന്റെ കുഞ്ഞമ്മ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. അതേ നടക്കൂ. പോട്ടർ പോലെ ഒന്ന് മാറണ സാധനം. മാമന്റെ മുറി ഏതാ? ഈ പ്രമാണവും പെട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റായത്. ഒന്ന് ചൂട് വെള്ളത്തിൽ കുളിക്കണം. എന്നാ മാമ പോയി റെസ്റ്റ് എടുത്തോട്ടെ. ഒരു മിനിറ്റ്. എന്താ ഉറക്കം വരുന്നു. ബന്ധുക്കളെ പരിചയപ്പെടുന്നില്ല. അത് ഞാൻ നിന്നെ ശരിക്കൊന്ന് പരിചയപ്പെടട്ടെ. ഗുണ്ടാ പിള്ളേര് വരുന്നില്ലേ? അവര് വരും. നായിന്റെ മോനെ തെണ്ടിത്തരം കാണിക്കുന്നോടാ. ഇവനെ ഇപ്പൊ തീർക്കണം. സത്യം പറയടാ, നീ കാശ് കൊടുത്തിട്ടില്ല ഇവന്മാരെല്ലാം ഈ വേഷം കെട്ടി ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്? പൊന്നു ഭായി, ഞാൻ ആർക്കും കാശ് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ പരസ്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പരസ്യം? നോക്ക്. ബന്ധുക്കളെ അന്വേഷിക്കുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സുമുഖനായ ചെറുപ്പക്കാരൻ ബന്ധുക്കളെ അന്വേഷിക്കുന്നു. ഒഴിവുള്ള തസ്തികകൾ അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മായി, ചിറ്റപ്പൻ, ചിറ്റമ്മ. ചെറുപ്പക്കാരുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നവർ 24 മണിക്കൂറിനകം താഴെ കാണുന്ന അഡ്രസ്സിൽ ബന്ധപ്പെടുക. മംഗലത്ത് വീട്, ഫോർട്ട് വിയോ, തിരുവനന്തപുരം. എങ്ങനെയുണ്ട്? മണ്ട, മരമണ്ട. ഇത് കണ്ട നല്ല കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും വരുവാണോ? എല്ലാത്തിനും ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടണം. ബ്ലേഡ്, എന്റെ പിസ്റ്റൾ എടുക്ക്. അല്ല ഭായ്, ചിലപ്പോ ഈ വന്നവരില് ഭായിയുടെ ശരിക്കുള്ള ബന്ധുക്കളുണ്ടെങ്കിലോ? നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ബ്ലേഡ് പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ വന്നിരിക്കുന്നവരെല്ലാം ഫ്രോഡുകളാണെന്ന് നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റുമോ? അതെ അതെ, ഞാനങ്ങനെ മണ്ടത്തരം കാണിക്കില്ല. ഇതിൽ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് ഞാൻ വേർതിരിച്ച് തരാം. ഗുരു, എന്താ ഈ വന്നിരിക്കുന്നവരിൽ എന്റെ ബന്ധുക്കൾ ഇല്ലെങ്കിൽ ശൂലം കുത്തി അവസാനം ചത്താ മതിയായിരുന്നു എന്ന് നീ പ്രാർത്ഥിക്കും. ഞാനാ? ക്ഷമിക്കണം, ഇതിൽ എന്റെ യഥാർത്ഥ ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ലല്ലോ. നിനക്ക് എന്നെ അറിയില്ല? നീ എന്നെ മറന്നു. ആരെ മറന്നാലും നീ ഇവളെ മറക്കരുത്. നിന്റെ അമ്മയ്ക്ക് പാലില്ലാതിരുന്നപ്പോ ഈ മാറിലെ പാല് കുടിച്ചാണ് നീ വളർന്നത്. ഇവക്ക് മാത്രമേ പാലുള്ളൂ. ഞാനും
കൊടുത്തിട്ടുണ്ട്. അല്ലടാ മോനെ, അത് വല്ല ചായക്കടയിലും പാല് കൊടുത്ത ഓർമ്മയായി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ ഒരു ഗതികേടൊന്നും എന്റെ ജോലി കുട്ടനില്ല. ബായ്, ഇതിൽ യഥാർത്ഥ ബന്ധുക്കളെ തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട്. ബായിയുടെ ശരിക്കുള്ള പേര് പറ. പേര് പറഞ്ഞ മോനെ തരുവോ? അതിനുള്ള പ്രായം കഴിഞ്ഞില്ലേ തള്ളേ? പേര് പറ. ബൈജു അല്ല, ശശി. ബായ്, എല്ലാ ഫ്രോഡുകളാ, പറഞ്ഞുവിട്. അവമാനിക്കരുത്. എന്റെ മരുമോനെ തിരിച്ചറിയാൻ എനിക്കറിയാം. ഞാൻ എന്റെ അമ്മ പോലെ തിരിച്ചടിക്കണേ. എടാ തിരിച്ചടിക്കാൻ, എടാ തിരിച്ചടിക്കാൻ. ലതിക്കേ, ഇത് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. നിക്കടാ അവിടെ, കഥ കിടക്കടാ. എല്ലാത്തിനെയും ഓടിച്ചിട്ട് വെടിവെക്കണ്ടെങ്കിൽ അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ തിരിച്ചു വാ. ഒളിച്ച് നിൽക്കാതെ പെട്ടെന്ന് വാ. നല്ല തോക്ക, വേഗം പണി തീരും. ബോയ്സ്, അയ്യോ, ഞങ്ങളെ കൊല്ലരുതേ. ഞങ്ങൾ ബന്ധുക്കളല്ലേ. പത്രപരസ്യങ്ങൾ വന്നാണ്. രക്ഷിക്കണേ. ഹലോ. വേദിക, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സർപ്രൈസ് എനിക്കാണ് പറയാനുള്ളത്. അതിനു മുൻപ് കൺഗ്രാറ്റ്സ്. എന്തിന്? ഇന്നലെ രാജഗുരു വശവജ് സച്ചിന് ഫോൺ ചെയ്ത് റോഷന്റെ ഫാമിലി ഡീറ്റെയിൽസ് പറഞ്ഞതോടെ അച്ഛൻ ടോട്ടലി ഇംപ്രസ്ഡ്. ഐ സീ. അത് മാത്രല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റോഷന് വന്ന് കാണാൻ എനിക്ക് സമ്മതം തന്നു. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഞാന് ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. എന്ത് സെറ്റിംഗ്? അല്ല, ഈ വീട്, ഫേർണിച്ചർ, പിന്നെ ഈ ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓ, ഓക്കെ. ഇപ്പൊ ഞാൻ എവിടെയാണെന്ന് പറയാമോ? നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ റെസ്റ്റോറന്റ് അല്ല. മെട്രോ സ്റ്റേഷൻ, പാർക്ക്. നോ. ഓ, ഞാൻ തോറ്റു. പറ. റോഷന്റെ വീടിന്റെ കാർ പോച്ചിൽ. എവിടെ? കാർ പോച്ചിൽ. എല്ലാം അവസാനിച്ചു. ഇവരൊക്കെ ഇവര് എന്റെ ഗുരു. ഇവരൊക്കെ തേജയുടെ അല്ല, റോഷന്റെ ബന്ധുക്കളാ. ഇത് രാഘവൻ നായർ, റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ. ഇത് രവീന്ദ്രൻ നായർ, സംഗീത കോളേജിലെ പ്രൊഫസറാണ്. ഇതിന്റെ ഭാര്യ പാൽക്കേരിയ, മിൽമയുടെ ഡയറക്ടർ. ഇത് ഗോവിന്ദൻ നായർ, കിഴങ്ങ് വികസന കോർപ്പറേഷൻ ചെയർമാൻ. ഇത് രതി ദേവി, കുടുംബശ്രീ ഡിസ്ട്രിക്ട് പ്രസിഡന്റ്. ഇത് ഞാൻ വാസുദേവൻ നായർ, റിട്ടയർഡ് ഇൻകം ടാക്സ് കമ്മീഷൻ. ഇത് എന്റെ ഭാര്യ ലതിക, റിട്ടയർഡ് മിസ്ട്രസ്. ഞാൻ ശ്രീ ദിവാകർ നായർ, റിട്ടയർഡ് ഡിവൈഎഫ്ഐ, ഡിവൈഎസ്പി ക്രൈം. ഇതെന്റെ ഭാര്യ രമ, റിട്ടയർഡ് ഹൗസ് വൈഫ്. ഇതാരാടാ? ഈ കുട്ടി ആരാണെന്ന്? ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. മോനെ റോഷ,
നീ സ്നേഹിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാ മതി. നിങ്ങളുടെ വിവാഹം നടത്തി തരണോ വേണ്ടയോ എന്ന് ഞങ്ങള് തീരുമാനിക്കും. അല്ലേ വാസുദേവൻ ചേട്ടൻ? അതെ, അതാണ് മംഗലത്തെ പാരമ്പര്യം. റോഷന്റെ അച്ഛനും അമ്മയും എവിടെ? അച്ഛനും അമ്മയും ഇത് ഇങ്ങനെ എല്ലാരും കൂടെ എനിക്ക് കുറച്ച് ടൈം തരുമോ? അതെ, ടൈം എടുത്ത് റോഷൻ എല്ലാം കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ പോട്ടെ. പോണോ? ഞാൻ പോണില്ല. വേദിക, അമ്മാവന്മാരെ അമ്മായിമാരെ ഒക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് അകത്തേക്ക് പോവാം. വരൂ. റോഷൻ, അമ്മാവന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ മറന്നുപോയി. ഒന്ന് വരുമോ? എല്ലാത്തിനും ഞാൻ എടുത്തോളാം. റോഷൻ, എന്റെ കൂടെ ഒരാളുകൂടെ ഉണ്ട്. അതെയോ? വിളിക്കൂ. അച്ഛൻ എന്റെ കൂടെ വിട്ടതാ. അച്ഛൻ ഒറ്റയ്ക്ക് വിടാൻ ധൈര്യം. എന്റെ അമ്മാവൻ. അമ്മാവാ, നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാം. Never, ever see you again. അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം. കുറച്ചു കാലായിട്ട് അമ്മാവൻ ഇങ്ങനെയാ. മലേഷ്യയില് ബിസിനസ് ആയിരുന്നു. പക്ഷെ കുറച്ച് ഗുണ്ടകള് ചേർന്ന് എല്ലാം പോയി. അതുകൊണ്ട് കൂടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഒരു ചേഞ്ച് നല്ലതാണല്ലോ. തീർച്ചയായിട്ടും. അതിപ്പോ എന്റെയും കൂടി ആവശ്യമായി മാറിക്കഴിഞ്ഞല്ലോ. അമ്മാവ, കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്റെ ശരിക്കുമുള്ള മുഖം ഇനി പുറത്താര് എങ്ങനെ അറിഞ്ഞാലും അമ്മാവനെ ഞാൻ കൊല്ലും. ശ്രാങ്കെ, അമ്മാവന് പ്രത്യേക പരിഗണന കൊടുത്ത് അമ്മാവന്റെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോകൂ. ഞാൻ വേദികയുമായി ഒന്ന് സംസാരിച്ചോട്ടെ. താങ്ക്സ് അമ്മാവ. എനിക്ക് വേദികയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വരൂ, കൊണ്ടുപോടാം. നമുക്ക് അങ്ങോട്ട് പോവാം. വേദിക എന്നോട് ക്ഷമിക്കണം. അച്ഛനും അമ്മയും റെഡി. ഞാൻ വേദികയോട് ഒരുപാട് നുണ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് അച്ഛനില്ല. ഹലോ, അച്ഛൻ കട്ട്. അമ്മയും ഇല്ല. അമ്മയും കട്ട്. ഈ കാണുന്ന ബന്ധുക്കളാണ് എന്നെ വളർത്തി വഷളാക്കിയത്. അല്ല, വളർത്തി വലുതാക്കിയത്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ റോഷൻ. എല്ലാം വിധിയല്ലേ. സാരല്ല. പക്ഷേ ഇത്രയും വലിയ കുടുംബമല്ലേ റോഷന്റെ എല്ലാ കുറവുകളും പരിഹരിക്കാൻ. റോഷൻ പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ വെക്കാമായിരുന്നു. ഫോട്ടോ ഫോട്ടോ ഉണ്ടല്ലോ, എന്റെ മനസ്സിലുണ്ടല്ലോ. പക്ഷേ വേദിക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ നാളെ തന്നെ ഞാനൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാം. പത്രം അവള് കണ്ടാൽ എല്ലാവരുടെ ഫോട്ടോയും ഫ്രെയിം ചെയ്ത് വെക്കേണ്ടി വരും. കുട്ടി ഇപ്പൊ ഈ മുറിയിൽ നിന്ന് അതെല്ലാം പറയാം. ജാതകവശാൽ കുട്ടി ഇപ്പൊ ഈ മുറിയിൽ നിന്നാൽ ഈ വിവാഹം നടക്കില്ല. ഗുളികൻ കിഴക്കരുത് ശാപിക്കും. കുട്ടി ഇങ്ങോട്ട് വന്നേ. വിധിയെ മാറ്റി മറിക്കാൻ ഇങ്ങോട്ട് പോക്കോ. ഈ പത്രം ഇപ്പൊ അവള് കണ്ടിരുന്നെങ്കിലാ. സോറി. സാരമില്ല. ഉണ്ട ചോറിന് ഒരൽപ്പം നന്ദി കാണിച്ചു പോയി.